ഒരു തട്ടുന്നു പാട്ടയ്ക്ക് മൂടുണ്ടോ അണ്ണാ? പുതിയ പാട്ട കയ്യിലെങ്കിലും തട്ടലെണ്ണ മുറിഞ്ഞ സെപ്റ്റിക്കാവും. എന്നാ പഞ്ചാര അര, റവ മുക്കാല്, മല്ലി വേണ്ട, ഉള്ളി മതി. ഇനി എന്തെങ്കിലും അല്ലേ വേണ്ട. എന്തിനാണ് ഇത് കളഞ്ഞത്? ചുണ്ട് പൊള്ളുന്നവരെ വലിക്കുന്നവനാ. സാമ്പത്തികം ഒരുപാടായോ? പോലീസ് പോലീസ് ഇടവാടാ. നീയല്ലടാ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മോഷ്ടിച്ചത്? സാറേ, അന്നത്തെ സാഹചര്യം അങ്ങനെ പോയി, അതുകൊണ്ടാണ്. കൂട്ടുകാരനാ. ഓ, അപ്പൊ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്ന് ജീപ്പി കയറുണ്ടാവും. കിട്ടോ പോലീസ് വിളിച്ചോണ്ടാ. എന്നെ അവരുടെ കണ്ണി പെടാഞ്ഞ ഭാഗ്യം. പിന്നെ മണികണ്ഠൻ എവിടെയാ പോലും. നമ്മള് ചെന്ന അവന്മാരെ ഇറക്കി വിടൂ. പിന്നെ ഇറക്കി വിടാതെ എങ്ങനെ? കള്ളന്മാരെ മൊത്തം പൂട്ട് കഴിഞ്ഞാൽ സ്റ്റേഷൻ അറിയാലേ. അതെ, ഇപ്പഴാ ഓർത്തത്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, എനിക്ക് സ്റ്റേഷനിൽ കയറിക്കൂടാ. എന്തിനാടാ നീ പേടിക്കണേ? രാവിലെ എണീറ്റ് നീ കുളിച്ച് ഓന്നഹമാന്ന് പറയാറില്ല. നഗ്മയല്ല, നമഹ. അത് തന്നെ, അത് മതി. ദേഹശുദ്ധി അല്ല വലുത്, മനഃശുദ്ധി അല്ലേ? അതെനിക്കും ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാടാ പേടിക്കുന്നേ? ഏതായാലും പോലീസ് കേൾക്കുന്നുണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട്. അവന്മാരെ ഒന്ന് രക്ഷിച്ചു തരാൻ പറ. വേറൊന്നും വിചാരിക്കരുത്. സത്യമായിട്ടും ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയണ്ട, ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ധൈര്യം ഇല്ലെങ്കിൽ നീ ഇവിടെ വന്നോ, ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ. പിടി കിട്ടിയ ഒന്നും വരികയല്ലേ. നടന്നാ മതിയായിരുന്നു. പ്രേമലൂഷാന്റെ കൂട്ടുകാരനല്ലേ? ആശാന്റെ 2 ശിഷ്യന്മാരെ ഇവിടുത്തെ CI വെറുതെ പിടിച്ചോണ്ട് ഇട്ടേക്കുക. ഒന്ന് പറഞ്ഞ് തരപ്പെടുത്തി പറഞ്ഞു വിടാവോ? ആ CI ഒരു ചൂടത്തിയാടൂ. എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല, വേറെ കേസുണ്ടല്ലോ. അല്ല, അത് ഞാൻ പറയുന്നേ. ഇയാളൊക്കെ എന്തിനു നടക്കുന്ന? ഇയാൾക്ക് പേടിയായിരിക്കും. വേറെ വല്ലവനും ഉണ്ടോ നോക്കട്ടെ. ഞാനാണോ സാറേ? Okay, I will do. നമസ്കാരം സ്വാമി. ഇരിക്കൂ. നമസ്കാരം. സ്വാമി പ്രത്യേകിച്ച് ഇങ്ങോട്ട്? സ്വാമി വന്ന് ഇനി ഇയാളെ കൂടെ പിടിച്ച് ഇതിനകത്ത് ഇടുവോ? ഇവരൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. അവരെ വിട്ടയക്കണം. സ്വാമിയുടെ ആൾക്കാരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. റിലീസ് ദം. ഇനി അങ്ങനെ ഇതിനകത്ത് കയറ്റുമായിരിക്കും. നമസ്കാരം സ്വാമി. അയ്യപ്പേട്ട, ചായ. പല്ല് വെച്ച് കഴിഞ്ഞിട്ട് പലഹാരം ചായ കൂടെ ഒരുമിച്ച് കഴിക്കാം. അതിൽ നിന്ന് കഞ്ഞിയാ. രാവിലെ ഒരെണ്ണം അടിച്ച അതിന്റെ സുഖം വേറെയാ. വേറെ എന്തിനു ബുദ്ധിമുട്ട് വന്നാലും നമ്മുടെ ശിഷ്യന്മാര് ഇതിന് ബുദ്ധിമുട്ട് വരുത്തില്ല. മണിച്ചേട്ടൻ എവിടെ? അവൻ വരാതിന്റെ പത്രം വായിക്കുന്നുണ്ട്. ഒരു മണിക്കൂർ ചായ തീർന്നിട്ടില്ല. എത്ര വിലയുള്ള മുസ്ലിം പൗറാ കൃഷ്ണ. ഇതൊക്കെ കലക്ക് കൊടുത്തിട്ട് ജനങ്ങൾക്ക് വല്ല പ്രയോജനം ഉണ്ടോ? യഥാർത്ഥ ഗജമുത്ത് കണ്ടവരാരുണ്ട്? അതിന്റെ ഗുണം ഏതായാലും ഇതിലുണ്ട്. ഇത് ലോകവ്യാപകമായി വിൽക്കുന്നു. നമ്മൾ ജീവിക്കാനായി ഭക്തിയിൽ മായം ചേർത്ത് വിറ്റടിക്കുന്നു. ദീപസ്തംഭം മഹാശരി. നമ്മക്കും വേണ്ട പണം. പിന്നെ ഹരി ഓം തത്സത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രന്ഥത്തിന്റെ അറിവ് വെച്ച് ചെയ്തതാണ് ഈ സിദ്ധൌഷധം. ഇത് കഴിച്ചാൽ ദാമ്പത്യ ജീവിതം സ്വസ്ഥം. അതോടെ ഒരുപാട് കാലത്തെ നിങ്ങളുടെ കാത്തിരിപ്പ് സഫലമാവും. അറിയോ?
ബഹളം കൂട്ടാതെ മൗനവ്രതത്തിൽ വേണം ഇതൊക്കെ ചെയ്യാൻ, ഇല്ലെങ്കിൽ ഫലം കിട്ടില്ല. ഇത് കഴിച്ച ശരിക്കും കുട്ടികളുണ്ടാവുമോ? കുട്ടികളുണ്ടാവാത്തവർക്ക് ഉറപ്പായിട്ടും കുട്ടികളുണ്ടാവും. നിക്കാതെ കഴിച്ചായിരുന്നു ഇത് കൂട്ട് കുറച്ചിങ്ങനെ കോരി കുടിക്കാറുണ്ട്. മകളെ ഒന്ന് നന്നായി വാ. ശക്തി കൂടിയ മദന കാമേശ്വരിയുടെ മാന്ത്രികത ഇനി അറിയാം. ഇനി ധാതുക്ഷയമില്ല, വന്ധ്യതയുമില്ല, അണുക്കളുടെ കുറവും ഉണ്ടാവുകയുമില്ല. ഭക്തിയോടെ സേവിച്ചോളൂ. കുട്ടികൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കുഞ്ഞിക്കാല് വെച്ച് ഓടി നടക്കുന്നത് കാണാം. സ്വാമി നമോ വാഗമൺ, അല്ല വാഗൻ, വാഗം, വാദം, വാഗം, വാഗൻ. സ്വാമി സംഭൂജ്യവതി. കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങാനിരിക്കുകയായിരുന്നു. അറിയാം, ആവശ്യം എന്റേതായി പോയില്ലേ? അങ്ങനെ പറയരുത്. പ്രസാദം ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിക്കാറുണ്ടല്ലോ. എങ്കിൽ പിന്നെ വൈകിക്കണ്ട, പ്രസാദം തന്നോളൂ. ഇതാ. നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. പിന്നെന്താ മണികണ്ഠൻ ആലോചിക്കുന്നത്? പണം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിത്തരാം. ഡോക്ടർ കൈയൊഴിയാതിരുന്നാ മതി. എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യും. പിന്നെല്ലാം എനിക്കിന്ന് ഡോക്ടർമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാരെല്ലാം സമരം ചെയ്യാൻ പോവാണല്ലോ. കൂട്ടത്തിൽ കൂടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇറങ്ങട്ടെ. ശരി ഡോക്ടർ. അവളച്ചാട്ടം കളിക്കാതെ അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ. പോരടാ, നീ പോടേ. നീ എപ്പോഴത്തേക്കാണ് ഒരറ്റത്തൊന്നും തുടങ്ങാം. ഇതൊക്കെ ഉള്ളൂ. പെട്ടെന്ന് നീ എത്രയും എടുത്തു? എണ്ണിയാണോടാ മൂട്ടിക്കുന്നത്? എന്തായാലും നിന്നെക്കാൾ കൂടുതൽ ഞാനാ എടുത്തത്. അയ്യോ, ഞാൻ എന്നാ മറന്നു. ഞാൻ എണ്ണി നോക്കട്ടെ. 1 2 3 4 5 നോക്കാൻ നിൽക്കില്ല. ആരെങ്കിലും വരുന്നതിന് മുമ്പ് പോകാൻ നോക്കണോ? ഒന്ന് വാ, വാ, വാ. കുറെ നേരം നീ എന്തിനാ ഇവിടെ വെച്ചിട്ടുള്ളത്? മോഷ്ടിച്ച് വെച്ചിട്ട് പോലീസ് എന്താടോ ഹെൽമെറ്റ് ഇല്ലേ? പോലീസൊക്കെ കണ്ടില്ല. ഇനി എന്ത് ചെയ്യാനാ? ഐഡിയ ഉണ്ട്. എല്ലാരും തലയിലെ കെട്ടഴിച്ചേ. അയ്യപ്പോ പറയണ്ട. അയ്യപ്പോ പറയണ്ട. ശരണം വിളിക്കാൻ. അയ്യപ്പോ സ്വാമി. അയ്യപ്പോ സ്വാമി. അയ്യപ്പോ സ്വാമി. സ്വാമി. അയ്യപ്പോ അയ്യപ്പോ സ്വാമി. അയ്യപ്പോ സ്വാമി. ഇവരിനി എപ്പോ നടന്ന് മല കയറാനല്ലേ?